കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഈ തലമുറ കർത്താവിന്റെ പ്രയോജനപ്പെടണം, അവരെ ദൈവം ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഓരോ കുഞ്ഞുങ്ങളുടെ മേലും ആ ഒരു വിളിയുണ്ട്. കർത്താവ് ചിലരെയൊക്കെ കണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അവർ ആ ശുശ്രൂഷ മണ്ഡലങ്ങളിലേക്ക് കയറി വരുവാൻ വളരെ ഹല്ലേലൂയ ദൈവസഭയായിട്ട് പ്രാർത്ഥിക്കുവാൻ ആലോചനയായിട്ട് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവിനാൽ ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളാണ്. Chapter 6 verse 19 to 20. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ലേഖനം എഴുതിയപ്പോൾ കൊരിന്ത്യയിൽ ഉള്ള പലവിധമായ വിഷയങ്ങൾ അല്ലെങ്കിൽ ദൈവസഭയിൽ കണ്ടുകൂടാത്ത അല്ലെങ്കിൽ ദൈവസഭയിൽ ഒരിക്കലും സംഭവിക്കാത്ത പല കാര്യങ്ങളും കൊരിന്ത്യ സഭയിൽ സംഭവിച്ചു. അതിന് പല കാരണങ്ങളിൽ പൗലോസ് കത്തുകൾക്ക് മറുപടിയായിട്ടാണ് ഈ കൊരിന്ത്യ ലേഖനം എഴുതപ്പെടുന്നത്. ഇവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള അതിൻ്റെ പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ കയറുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവം എനിക്ക് തന്ന ആ ദൂതിലേക്ക് ഞാൻ കയറുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ പൗലോസ് വളരെ ആത്മാക്കൾ നിറഞ്ഞ് വളരെ സീരിയസ് ആയി അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക, നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലേ? ഇവിടെ 1-2 കാര്യങ്ങൾ പൗലോസ് ഒരേ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ മന്ദിരമാണ്. 2, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. ഓരോരുത്തരുടെ മേലും ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവിക പദ്ധതി, ദൈവിക ആത്മാവ് നമ്മളിൽ വസിക്കണം. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് നമ്മുടെ എല്ലാം അകത്ത് വസിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മന്ദിരമാണ് നമ്മൾ. ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് മുമ്പിട്ട് ഈ സിറിയയിലൊക്കെ വാറുണ്ടായ സമയത്ത് അവിടുത്തെ പള്ളികളൊക്കെ പൊളിക്കുന്നതായിട്ട് നമ്മൾ ന്യൂസ് ചാനലിലൊക്കെ കണ്ടു. പഴയ പള്ളികളൊക്കെ പലതും തീവ്രവാദികൾ പൊളിക്കുന്നത് ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് വൈകാരികമായി പല ഫീലിങ്സുകൾ ഉണ്ടാകാറുണ്ട്. നമുക്കൊരിക്കലും അറിഞ്ഞൂടാത്ത ഒരു സ്ഥലമാണെങ്കിൽ പോലും അവിടെ ദേവാലയങ്ങൾ പൊളിക്കുന്നത് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിനകത്തെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ദൈവം എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. ബീഹാറിലൊക്കെ ഒരു കാലത്ത് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായപ്പോൾ അവിടെ പള്ളികളൊക്കെ പൊളിച്ചതിൻ്റെ ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് വന്നാൽ ദൈവത്തിൻ്റെ ശിക്ഷയാണെന്നൊക്കെ നാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ, മനുഷ്യനുണ്ടാക്കിയ ആലയങ്ങൾ പൊളിക്കപ്പെടുമ്പോൾ നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് ദൈവം ഇവരോട് ഇടപെടുന്നില്ല? ദൈവത്തിൻ്റെ ആലയം, ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കൂടി വരുന്ന ആലയം പൊളിക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവം ഇവരോട് ഇടപെടുന്നില്ലെന്ന് നാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു മറുവശം ഇവിടെ പൗലോസ് പറയുന്നു, നിങ്ങളാണ് ദൈവത്തിൻ്റെ ആലയം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ തൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ മന്ദിരത്തെ സൂക്ഷിക്കുവാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ദൈവം നമുക്ക് എല്ലാവർക്കും.
ഹല്ലേലൂയ. പലപ്പോഴും ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറില്ല, ചിന്തിക്കാറില്ല. ഇന്ന് ഉപവാസ പ്രാർത്ഥനയാണല്ലോ. ഉപവാസ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ശരീരത്ത് അല്ലെങ്കിൽ നമ്മുടെ ഓരോ അവയവങ്ങളും ദൈവത്തിന് ഉപയോഗിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടതാണ്. 20ാമത്തെ വാക്യത്തിൽ അതാണ് നാം കാണുന്നത്. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാനുണ്ട്, നിങ്ങൾ കൈയടിച്ച് ആരാധിക്കണം അല്ലെങ്കിൽ ഉച്ചത്തിൽ ആരാധിക്കണം, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും കോട്ട് ചെയ്യാറുണ്ട്. എന്നാലും അതിൻ്റെ യഥാർത്ഥ അർത്ഥം നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങളുടെ ഓരോ അവയവങ്ങൾ കൊണ്ടും നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. നിങ്ങളുടെ കരം മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെല്ലാം നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ സംസാരങ്ങളെ, ഇതിനെയൊക്കെ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഉപയോഗിക്കണം. നിങ്ങളുടെ ചിന്തകളെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഉപയോഗിക്കുക. വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് ഈ പറയുന്നത്. ഇന്ന് ഈ അടുത്ത കാലത്ത് പലരും കേട്ടിട്ടുണ്ട്, പള്ളിയിലൊക്കെ കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ആരാധനാലയങ്ങളിൽ ആൾക്കാർ വരാൻ തുടങ്ങി, എണ്ണം കൂടി. കാര്യം ഇന്നത്തെ ലോകത്ത് പലതരത്തിലുള്ള വിഷയങ്ങളിലൂടെ ആൾക്കാർ കടന്നു പോകുമ്പോൾ ആലയത്തിൽ വരുന്നത് അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് വരുന്നത് ഒരാവശ്യമാണെന്ന് പലർക്കും തോന്നി തുടങ്ങി. പക്ഷെ അത് ഒരു തുടക്കമാണെങ്കിൽ പോലും അങ്ങനെയല്ല ദൈവം നമ്മളെക്കുറിച്ച് കണ്ടിരിക്കുന്ന ഒരു കാര്യം. ആലയത്തിൽ വരുന്നത് മാത്രമല്ല നമ്മുടെ ആത്മീയതയുടെ ലക്ഷ്യം. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നത് മാത്രമല്ല നമ്മുടെ ആത്മീയതയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. ഇതിൽ വരണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് മാത്രമല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ ശരീരങ്ങളെ മുഴുവൻ ദൈവസന്നിധിയിൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കുവാൻ റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ അർപ്പിക്കേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതുകൊണ്ട്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ നാം അത് അങ്ങനെയല്ലേ കാണുന്നത്. വായിച്ചു റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. അതിനകത്ത് ഇങ്ങനെ എഴുതി, "The present your body as a living sacrifice. Do not conform patterns of this world." അപ്പൊ ഈ ലോകത്തിന്റെ പാറ്റേണുമായിട്ട് കൺഫോം ആകാതെ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കും. ഹല്ലേലൂയ. ഇത് നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള ഒരു ഭാഗമായിരിക്കാം. പക്ഷേ ഓരോ പ്രാവശ്യവും ചിന്തിക്കുമ്പോൾ നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കണം. നമ്മൾ പലപ്പോഴും പല കാര്യത്തിലും ഭാരപ്പെടുന്നത് ലോകത്തിൻ്റെ പാറ്റേൺ വെച്ചിട്ട്. ഞാൻ ചിന്തിക്കുകയാണ്, ഒരു ഉദാഹരണം പറഞ്ഞാൽ, മറ്റുള്ളവരുടെ കൂട്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ കൂട്ട് എൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് ഒന്നും ഇമ്പ്രൂവ് ആയിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അത് മേടിക്കാൻ പറ്റിയിട്ടില്ല, ഇത് മേടിക്കാൻ പറ്റിയിട്ടില്ല, മറ്റത് മേടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെ കൺസേൺ ആയിട്ടിരിക്കുക. ഇപ്പം ഞാൻ ഇതിൻ്റെ പ്രാർത്ഥനയെ കൊണ്ടുവരുന്നു. തെറ്റാണോ? തെറ്റല്ല. പക്ഷെ ഇതിനകത്ത് ഒരു തെറ്റുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത് ഈ ലോകത്തിൻ്റെ പാറ്റേണുമായിട്ട് കൺഫോം ആകാൻ വേണ്ടി, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പാറ്റേണുമായിട്ട് ഇഴുകിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചിന്ത മുഴുവൻ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നു. കഥ പറയുന്നത്, ജീവനും വിശുദ്ധിയുമുള്ള യാഗമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ
യാഗമായി സമർപ്പിക്കും. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നു ബുദ്ധിയുള്ള ആരാധന. അപ്പൊ ബുദ്ധിയില്ലാത്ത ആരാധനയുമുണ്ട്, ബുദ്ധിയുള്ള ആരാധനയുമുണ്ട്. ബുദ്ധിയുള്ള ആരാധനയുടെ പ്രത്യേകത ഈ ശരീരങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിക്കുക, അവയവങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിക്കുക. ഹല്ലേലൂയ. ഇതിനെ ദൈവസന്നിധിയിൽ അർപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കർത്താവേ ഇത് എന്റെതല്ല, എന്റെതല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കൺസേൺ ആകും. ഞാനിന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് ഈ പ്രാർത്ഥിച്ച സമയത്ത് ഈ കൺസേൺ എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ വാക്യം എൻ്റെ അകത്ത് വരികയാണ്. ഏതാ? ബുദ്ധിയുള്ള ആരാധനയായിട്ട് നിന്റെ ശരീരങ്ങളൊക്കെ ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കുക. യാഗമായി സമർപ്പിച്ച സാധനത്തെ കുറിച്ച് ഞാൻ അങ്ങനെ കൺസേൺ ആണ്. എന്റെ കൺസേൺ മാറും, എന്റെ കൺസേൺ വേറെ പലതുമായി മാറും. അപ്പൊ നമ്മുടെ സ്പിരിച്വൽ മെച്യൂരിറ്റി എവിടെ ഡിസൈഡ് ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ചർച്ചിലുള്ള സ്ഥാനമല്ല, നമ്മളെ ആരെന്ന് വിളിക്കുന്നെന്നുള്ളതല്ല, നമ്മൾ വിശ്വാസത്തിൽ വന്ന വർഷമല്ല. നമ്മുടെ സ്പിരിച്വൽ മെച്യൂരിറ്റി ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ചിന്താ മണ്ഡലം മാറുമ്പോൾ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ ചിന്താ മണ്ഡലം മാറിയാൽ നമ്മൾ സ്പിരിച്വലി മെച്യൂർഡാണ്. അപ്പൊ നമ്മുടെ ചിന്തകൾ മാറുമ്പോൾ എന്താ ഇവിടെ പൗലോസ് പറയാണ്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതിനാൽ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾക്കുള്ളവരല്ല എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ അകത്ത് വരാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ ദൈവം കണ്ടിരിക്കുകയാണെന്നുള്ള വിഷയം, അല്ലെങ്കിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഈ നിന്ദകളൊന്നും ഇനി നമ്മുടെ മേലുള്ളതല്ല, ഇതെല്ലാം കർത്താവിന്റെ മേലുള്ളതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ദൈവമാണ്. നിങ്ങൾ ദൈവത്തിലുള്ളവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, ഈ കർത്താവിനെ റെപ്രസെന്റേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ലോകത്തിന്റെ ഈ ഭാരങ്ങൾ പലതും നിങ്ങളുടെ അകത്തുനിന്ന് മാറും. ഹല്ലേലൂയ. ആ ഒരു സ്പിരിച്വൽ ഫ്രീഡത്തിലേക്ക് ഒന്ന് വരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നാം എന്നും നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങളായിരിക്കും. ഒരു വിഷയം കഴിയുമ്പോൾ അടുത്ത വിഷയം വരും, അടുത്ത വിഷയം കഴിയുമ്പോൾ അടുത്ത വിഷയം വരും, അത് കഴിയുമ്പോൾ വേറൊരു കടം വരും, ഈ ഒരു കടം കഴിയുമ്പോൾ അടുത്തൊരു കടം വരും. ഇതിങ്ങനെ മാറി 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 മാറിക്കൊണ്ടിരിക്കും. ഒരു കാലത്ത് നമുക്കൊരു സന്തോഷം ഉണ്ടാകും. കർത്താവ് ദൈവ മക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ സന്തോഷിക്കുന്നവരായിരിക്കണം. നിങ്ങൾ ഈ ഭാരങ്ങളൊക്കെ ദൈവത്തിന്റെ മേൽ ഇട്ടിട്ട് നിങ്ങൾ ഫ്രീ ആയിരിക്കണം, എന്നാലേ ആരാധിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അല്ലെ നമ്മുടെ ഫിലോബ്രദർ ഇവിടുന്ന് ഇങ്ങനെ വലിയ നല്ല ആരാധനയൊക്കെ ലീഡ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കൈയൊക്കെ അടിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ എല്ലാം മറ്റേ ചിന്ത വരുന്നത്. അപ്പോൾ നമ്മുടെ കൈയുടെ സ്പീഡൊക്കെ കുറഞ്ഞ് നമ്മുടെ ആരാധനയൊക്കെ ഇങ്ങനെ കുറയും. കാര്യം നമ്മുടെ അകത്ത് സന്തോഷമുണ്ട്. അകത്ത് സന്തോഷമുള്ളവരെ ആരാധിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങളെ വിളിച്ച, നിങ്ങളെ വീണ്ടെടുത്ത, നിങ്ങളെ വില കൊടുത്തു വാങ്ങിയ ഒരുവനാണ്. ഹല്ലേലൂയ. ഒരു കഥ, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു കഥ ഞാൻ പറയാം. കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കഥ പറയാൻ പോവാം. ഇത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ടോന്ന് ഒന്ന് പറയണം. ഒരു പയ്യന്, അവൻ്റെ ഫാദർ ഒരു കാർപ്പൻ്ററായിരുന്നു. അപ്പോൾ കാർപ്പൻ്ററായിരുന്ന സമയത്ത് പുള്ളി ഈ ഫാദറിൻ്റെ കൂടെ ഇരുന്ന് ഇദ്ദേഹം നല്ല ഒരു ഫാദറിൻ്റെ കുറച്ച് സ്കില്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി നല്ലൊരു ടോയ് ഉണ്ടാക്കി. അപ്പോൾ ഈ ടോയ് ഉണ്ടാക്കി ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇത് പുള്ളിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര വിഷമമായി. കാര്യം താൻ തന്നെ ഉണ്ടാക്കിയ ഒരു കാര്യം വളരെ മനോഹരമായിരുന്നു, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടോയിയായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. അത് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് താൻ എന്നുകൊണ്ടോ ഒരു ട്രിപ്പിനൊക്കെ പോയ സമയത്ത് ഈ ടോയ് ഒരു കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടു. ഈ ടോയ് കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഈ പയ്യന് ഭയങ്കര സന്തോഷമായി. അപ്പം ഫാദറിനോട് പറഞ്ഞ് അത് മേടിക്കണം. അത് മേടിക്കാനായിട്ട് ചെന്നപ്പോഴുണ്ടല്ലോ അതിൻ്റെ വില എഴുതി വെച്ചിരിക്കുന്നത്
ഭയങ്കര വിലയാണ് എഴുതിയത്. ഈ കൊച്ചിലെ കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കടക്കാരൻ വില കൂട്ടി. ഒരു കാരണവശാലും നെഗോഷിയേറ്റ് ചെയ്തൊക്കെ ചെയ്തു നോക്കി. കടക്കാരൻ പറഞ്ഞു ഒരു 5 പൈസ കുറയ്ക്കുന്നില്ല, ഭയങ്കര ഡിമാൻഡുള്ള സാധനം. അപ്പോൾ അങ്ങനെ ഈ ടോയ്ക്ക് ഡിമാൻഡായി. അപ്പം പറഞ്ഞു വേണ്ട മോനെ, വേറെ വല്ല ടോയ് മേടിക്കുക. അപ്പം മോൻ പറഞ്ഞു ഇല്ല, ഇത് ഞാൻ ഉണ്ടാക്കിയ ടോയ്, എനിക്ക് ഇത് തന്നെ വേണം. പിള്ളേരുടെ നിർബന്ധത്തിന് വഴങ്ങി ആ അപ്പൻ പറഞ്ഞു ഇത് മേടിച്ചു കൊടുക്കാം. അങ്ങനെ ഈ ടോയെ മേടിച്ചു കൊടുത്തിട്ട് താനെ ഇങ്ങനെ വീട്ടിലോട്ട് പോകുമ്പോൾ ഈ ടോയെ നോക്കി ഈ കൊച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. എടാ, നിന്നെ ഞാൻ 2 പ്രാവശ്യം സ്വന്തമാക്കി. 1, നിന്നെ ഞാൻ സൃഷ്ടിച്ചു. 2, നീ നഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ നിന്നെ വില കൊടുത്തു വാങ്ങി. നീ എൻ്റെതാ. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? അതുപോലെയായിരുന്നു നമ്മളെ സൃഷ്ടിച്ചത്. നമ്മുടെ ദൈവമാണ്, പക്ഷെ നഷ്ടപ്പെട്ടു പോയി, പാപത്തിൽ അകപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു പോയ നമ്മളെ അവൻ വീണ്ടും ഒരു ലോകത്തിൽ ഇത്രയും വില ഒരു കാര്യത്തിന് കൊടുത്തിട്ടില്ല, അത്രയും വില കൊടുത്തു. തന്റെ ഏകജാതനായ പുത്രനെ നമ്മളെ അവൻ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. അതാ പൗലോസ് പറഞ്ഞത്, നിങ്ങളെ അവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നിങ്ങൾ ആന്താങ്ങൾക്കുള്ളവരല്ല, പകരം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. അപ്പൊ എന്തുവാണ് ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്? ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഇത് ബുദ്ധിയിൽ നിന്നാൽ പോരാ, നിങ്ങളുടെ ഹൃദയത്തിനകത്തോട്ട് കയറിയെങ്കിലേ ഇതിനകത്ത് ഒരു പ്രയോജനം ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. ഇന്നത്തെ ഏറ്റവും വലിയ ശാപം നമ്മുടെ ആൾക്കാർക്കൊക്കെ എല്ലാം ബുദ്ധിയിൽ അറിയുന്നുണ്ട്, പക്ഷെ ആത്മാവിലില്ല. ഈ രക്ഷയുടെ കാര്യവും നമ്മുടെ ബുദ്ധിയിലുണ്ട്, പക്ഷെ ആത്മാവിലില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ അവയവങ്ങളെ ദൈവത്തിന് വേണം, നമ്മുടെ അവയവങ്ങളെ ദൈവത്തിന് ശുദ്ധീകരിക്കണം. ഒരു ഉദാഹരണം ഞാൻ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, അതിന്റെ 6-ാം അധ്യായത്തിലെ അതിന്റെ 6-ാമത്തെ വാക്യം. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ, അതിന്റെ 5-ാമത്തെ വാക്യമാണ്. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ യെശയ്യാ പ്രവാചകൻ അതിന്റെ 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ ജനത്തിന്റെ കഷ്ടം, അല്ലെങ്കിൽ ജനത്തിന് അയ്യോ കഷ്ടം, ജനത്തിന്റെ പാപങ്ങൾ അത് കണ്ടുകൊണ്ട് വിലപിക്കുന്ന ഒരു പ്രവാചകൻ. ആ 5 വരെയുള്ള അധ്യായങ്ങളൊക്കെ നമുക്ക് വായിച്ചു നോക്കിയാൽ, ശേഷം 5-ാമത്തെ അധ്യായം വായിച്ചു നോക്കിയാൽ തൻ്റെ കരച്ചിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് കഴിഞ്ഞതിന് ശേഷം 6-ാമത്തെ അധ്യായത്തിൽ താൻ പറയുകയാണ്, ഇപ്പോഴും ജനത്തിനെയൊന്നും അല്ല ഞാൻ കണ്ടത്, ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ. ഹല്ലേലൂയ. വലിയൊരു വെളിപ്പാടാണ് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യം. കർത്താവിനെ ബുദ്ധിയിൽ മാത്രമല്ല, വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ അവനെ കാണുവാനായിട്ട് നമുക്ക് കഴിയണം. ഹല്ലേലൂയ. യെശയ്യാവിന്റെ ജീവിതത്തിൽ പറയാണ്, ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ. ഹല്ലേലൂയ. അതിനുശേഷം അതിനുശേഷം ഈ ദൂതൻ ചെയ്ത ഒരു കാര്യമാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ദൂതൻ എന്ത് ചെയ്തു? അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അതെന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന ഒരു ദൂത നമ്മുടെയൊക്കെ ആദരങ്ങളിൽ ഒന്ന് തൊടണം. ഹല്ലേലൂയ. ഈ ദൈവം നമ്മുടെ നാവിന്റെ മേലൊന്ന് തൊട്ടാൽ
അത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര വിടുതലായിരിക്കും. പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഈ നാവിൽ നിന്നാണ്. നാവിനകത്തൊരു ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. നാവിനകത്തൊരു ക്രമീകരണം ആവശ്യമുണ്ട്. എനിക്ക് തോന്നി ഈ പ്രവാചകൻ പറയുന്നതൊക്കെ കേട്ട് കർത്താവ് തന്നു തോന്നി, ഇവനെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പുള്ളി എല്ലാവരും അടിച്ചു കൊല്ലും, ഇസ്രായേൽ ജനത്തിനെ മുഴുവൻ ശപിച്ചു കൊല്ലും. അതുകൊണ്ട് തന്റെ നാവിന്മേലൊന്ന് തൊഴുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഉപവാസ പ്രാർത്ഥനയായിട്ട് നാം എവിടെ ആയിരിക്കുന്നത്? നമ്മളെ തന്നെ ശോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാം ഇന്നിവിടെ ആയിരിക്കുന്നത്. നമ്മുടെ ഈ നാവിനകത്ത് എത്രത്തോളം ഈ ആരാധനയായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്നുണ്ട്? ഈ നാവിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? ഈ നാവാണ് പലരെയും കൊല്ലുന്നത്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് സംസാരിക്കുക. ഒരു വാക്ക്, ഹല്ലേലൂയ, ഇത് ഞാനും ഈ ദൂത് ഏറ്റെടുക്കുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നാം പറയുന്നതെല്ലാം ഉപ്പിനാൽ രുചി വരുത്തിയതായി തീരട്ടെ, കൃപയോടുകൂടെ ഉള്ളതായിട്ട് തീരട്ടെ. നമ്മുടെ അന്തരത്തിന്റെ മേൽ ദൈവം ഒന്ന് തൊടട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ അന്തരത്തിന്റെ മേൽ തൊടുക എന്നുള്ളൊരു വിഷയം. കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും അവരെ TV കാണാൻ, കാർട്ടൂൺ കാണുകയൊക്കെ ചെയ്യുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ അതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഇത് കാണുമ്പോൾ ഇതിനകത്തുള്ള ഡയലോഗുകളെല്ലാം കേൾക്കും. ഇതെല്ലാം ഇവർ വന്നിട്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ അങ്ങ് ഉപയോഗിക്കും. എവിടെ ഉപയോഗിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. വളരെ രസകരമായിട്ട് പിള്ളേർ തന്നെ ഉപയോഗിക്കും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം നാം വളരെ കാര്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. നമ്മുടെ സംസാരം, നമ്മുടെ കുഞ്ഞുങ്ങളായാൽ പോലും അവരോട് നാം പറയണം. എനിക്ക് ബാധകമാണ്. ഞാനും കുഞ്ഞുങ്ങളോടൊക്കെ പറയാറുണ്ട്, എന്ത് നമ്മുടെ വായിൽ നിന്ന് വീഴാമോ അതേ വീഴാമോ. അതറിയ ഒരു പക്ഷേ ഇതൊരു ചെറിയ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ ഈ നാവാണ് കാട് മുഴുവൻ കത്തിക്കുന്നത്. നാവാണ് സഭ വിളക്കുന്നത്, സഭ നശിപ്പിക്കുന്നത്. നാവാണ് ഈ കുടുംബങ്ങളെ നശിപ്പിക്കുന്നത്, നമ്മുടെ സമാധാനം നശിപ്പിക്കുന്നത്. ഇതിനകത്തൊരു ശുദ്ധീകരണം ഉണ്ടാകണം. ഇതിനകത്തൊരു ശുദ്ധീകരണം ഉണ്ടെങ്കിലേ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നിന്റെ നാവ് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്റെ നാവിന്റെ മേല് ദൈവത്തിന് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. എന്ന് നിന്റെ നാവിനെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ. യെശയ്യാവ് തന്റെ നാവിന്റെ മേല് അവനൊന്ന് തൊട്ടപ്പോൾ ഹല്ലേലൂയ തന്റെ അകൃത്യം നീങ്ങുവാനായിട്ട് കഴിയും. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ നടക്കാത്തത് ഈ നാവിന്റെ മേല് ഒരു 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 തൊടലിന്റെ ആവശ്യമുണ്ട്. ഇന്ന് പല വിടുതലുകളുടെ തടസ്സമായിട്ട് നിൽക്കുന്നത് നാം വായെടുത്ത് പറയുന്ന പല കാര്യങ്ങളുമാണ്. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ആരോടും പറയത്തില്ലായിരിക്കും, നമ്മൾ തന്നെ പറയും. അതിനകത്ത് ദൈവം ഒന്നും തൊട്ടാൽ നിന്റെ അകൃത്യം ഒന്ന് മാറുവാനായിട്ട് ഇടയാകുന്നു. അതിനുശേഷമാണ് തന്റെ ശുശ്രൂഷയിലേക്ക് ഹല്ലേലൂയ നിയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അതിനുശേഷമാണ് തനിക്കൊരു കോളിംഗ് കിട്ടുന്നത്. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആര് നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിച്ചതിന് കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് പറയുവാനായിട്ടിടയായി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ആദ്യമായിട്ട് ഓരോ അവയവങ്ങളെയും എടുത്ത് നോക്കുമ്പോൾ ആദ്യം ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാവിന്റെ മേല് ദൈവം ഒന്ന് തൊടുവാനായിട്ട് ഇടയാകണം. നാവിനെ പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിക്കുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. രണ്ടാമത്, എന്താണ് പാപം? വാട്ട് ഈസ് സിൻ? നമ്മുടെ ശരീരങ്ങളെ കുറിച്ചാണല്ലോ നാം ചിന്തിച്ചിരിക്കുന്നത്. എന്താണ് പാപം? അപ്പൊ ഈ പാപത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് വരുന്നത് മദ്യപാനികളെയും സിഗരറ്റ് വലിക്കുന്നവരെയും അല്ലെങ്കിൽ ഈ വെറും കൂട്ടുകൾ അതിൻ്റെ പുറകിലൊക്കെ നടക്കുന്നത്, ലോകത്തിൻ്റെ പുറകിൽ നടക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് എണ്ണാവുന്ന പല പല കാര്യങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ നമുക്ക് അങ്ങോട്ട് എടുക്കാം.
ഇതിൻ്റെ പുറകെയൊക്കെ പോകുന്നവരാണ് പാപമെന്ന് നാം ചിന്തിക്കാറുണ്ട്. ഇതിനെയൊക്കെയാണ് നമ്മൾ പാപികളെന്ന് നാം വിളിക്കാറുള്ളത്. എന്നാൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യവും 2 കൊരിന്ത്യർ 5-ന്റെ 15-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാൽ നമുക്ക് പാപത്തെക്കുറിച്ച് ഒരു ഡെഫിനിഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു എന്ന് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം കൂടെ. എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവരായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, അവിടെ എഴുതിയിരിക്കുന്നു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് മരിച്ചു. രണ്ടാമത്തെ ഒരു കാര്യം, എല്ലാവരും മരിച്ചു, തങ്ങൾക്കായിട്ട് ജീവിക്കാതെ മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ, മരിച്ചു ഉയർത്തെഴുന്നേറ്റ കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് ക്രിസ്തു മരിച്ചത്. ഹല്ലേലൂയ. ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നു. ഒരുപക്ഷെ ഇത് ഇച്ചിരി നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമുള്ളാത്ത ഒരു കാര്യമായിരിക്കും. കാര്യം ഈ സെൽഫിനെ ഉടയ്ക്കുന്ന കാര്യമാണല്ലോ ഈ പറയുന്നത്. അപ്പൊ നമ്മൾ നമുക്കായിട്ട് ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് മരിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്. എന്നാൽ ഇതിനും കുറച്ചുകൂടെ ആഴത്തിൽ പൗലോസ് പറയുകയാണ് ക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്. പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ക്രിസ്തു മരിച്ചത്. അപ്പൊ പിന്നെ നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കണം? നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കണം? നമ്മൾ പലപ്പോഴും ഇറങ്ങിയിടാ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജോലിക്ക് പോകുന്നതെന്നൊക്കെ നമ്മുടെ പിള്ളേരോട് 4 പ്രാവശ്യം പറയാറുണ്ട്. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചത് പിള്ളേർക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട് ജീവിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ജീവിതമൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരും ഇല്ല കർത്താവും ഇല്ല എന്നുള്ളൊരവസ്ഥയാണ്. നമ്മളെ വിളിച്ചത് കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കാനാണ്. അത് നമ്മൾ പഠിക്കുന്ന കാലത്തും വിവാഹം കഴിച്ചതിന് ശേഷവും ഇനിയും മക്കളായതിനു ശേഷവും ഇനിയും അതിലും പ്രായമായതിനു ശേഷവും ഒക്കെ ഏത് സ്റ്റേജിലാണെങ്കിലും നിങ്ങളുടെ വിളി ഒന്ന് തന്നെയുള്ളൂ, നിങ്ങൾ കർത്താവിന് വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നിരാശ ഉണ്ടാകത്തില്ല. കാര്യം നമ്മൾ സ്നേഹിക്കുന്നവർ, നമ്മൾ ജീവിക്കുന്നവര്, ഇവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കുമ്പോൾ അവരൊക്കെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സമയത്ത് അവരൊക്കെ ഒരുപക്ഷെ നമ്മളെ തള്ളി പറയാം. എന്നാലും ഹല്ലേലൂയ 1000 തലമുറ വരെ പരിപാലിക്കുമെന്ന് അരുളി ചെയ്ത ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു ജീവിതവും പാഴായി പോകത്തില്ല. അവന് വേണ്ടി നീ എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചെന്ന് നിന്റെ ജീവിതത്തിൽ ഇന്ന് തോന്നുവാണെങ്കിൽ, നമ്മളൊന്നും ഉപേക്ഷിക്കുന്നില്ല എങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് തോന്നിയാൽ ഒരു കാര്യം പറയാം, നിന്റെ ജീവിതം പാഴായി പോകത്തില്ല. കാര്യം നിനക്ക് വേണ്ടിയിട്ട് കർത്താവ് മരിച്ചപ്പോൾ, ഹല്ലേലൂയ, നമ്മൾ പലപ്പോഴും പറയും എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചു, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു, എൻ്റെ ശാപങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ മരിച്ചു, എന്നെ സമ്പന്നനാക്കാൻ വേണ്ടിയിട്ട് അവൻ മരിച്ചു. എല്ലാം ശരിയായിരിക്കാം, പക്ഷെ അതിനുപരിയായിട്ട് നീ അവന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടിയിട്ട് അവൻ നിനക്ക് വേണ്ടി മരിച്ചത്. ഹല്ലേലൂയ. പൗലോസ് വളരെ വ്യക്തമായിട്ട് കൊരിന്ത്യ ലേഖനത്തില് കൊരിന്ത്യൻസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് മരിച്ചത് ഹല്ലേലൂയ നമുക്ക് ഇഷ്ടമുള്ളവർ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് ചർച്ച വരുന്നത് നമ്മൾ കർത്താവിന് വേണ്ടിയിട്ടാണ് ചർച്ച വരുന്നത്. നമ്മുടെ വിചാരം നമ്മൾ ആരാധിക്കുന്നത് ദൈവത്തിന് ഏതാണ്ട് ആരാധനയ്ക്ക് കൊതിയുണ്ടായിട്ടാണ് നമ്മൾ ഇവിടുന്ന് ആരാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രിവിലേജ് ദൈവം തന്നിട്ടുണ്ട്, അതാണ് നമ്മുടെ ആരാധന. എന്നൊരു ദൈവദാസൻ പറയുന്നത് കേട്ടോ, നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഒരു പ്രിവിലേജാണ്. നമ്മൾ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ഏതാണ്ടൊക്കെ ഒരു അറ്റവും മൂലമൊക്കെ കേട്ട് നമ്മൾ അതൊക്കെ ഏറ്റെടുത്തേക്കുക. ഹല്ലേലൂയ.
ആലയത്തിൽ വരുന്നതും കൂട്ടായ്മ ആചരിക്കുന്നതും ഒക്കെ നിങ്ങളെ കർത്താവ് വളർത്തുവാനായിട്ട് സഹായിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ ഇതിൻ്റെ ഒക്കെ കോറായിട്ടുള്ളൊരു കാര്യം, നീ നിനക്ക് വേണ്ടി ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നിന്നെ വീണ്ടെടുത്തത്. നിനക്ക് വേണ്ടി നീ ജീവിക്കുമ്പോഴാണ് നിന്റെ ജീവിതം ഹല്ലേലൂയ ശൂന്യമായി പോകുന്നത്. ഹല്ലേലൂയ. രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചവര്, സമൂഹത്തിന് വേണ്ടി ജീവിച്ചവര്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചവര്, ഹല്ലേലൂയ, ഇവരൊക്കെ അവരുടെ ജീവിതത്തിന്റെ അവസാനം നിരാശയിലാകുമ്പോൾ കർത്താവിന് വേണ്ടിയിട്ട് ജീവിച്ചിട്ടുള്ള, ഹല്ലേലൂയ, അങ്ങനെയുള്ള ദൈവദാസന്മാരെയൊക്കെ ഒന്ന് പോയി കണ്ടാൽ അവരുടെ ജീവിതം വളരെ പ്രത്യാശയില്ല അവർ ജീവിക്കുന്നത്. ഹല്ലേലൂയ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊന്നും ചെയ്തിട്ടില്ലായിരിക്കാം, ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരൊന്നും ചെയ്തിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ രാജ്യത്തിന് വേണ്ടിയിട്ട് അവരൊന്നും ചെയ്തിട്ടില്ലായിരിക്കാം. ഇതൊക്കെ ആണെങ്കിലും ഒരു കാര്യം പറയും, അല്ലെങ്കിൽ നരയോളം ചുമക്കുവാനെന്ന് അരുളി ചെയ്ത ഒരു കർത്താവിനെ സ്നേഹിച്ചത്, ഹല്ലേലൂയ, നിന്റെ വാർദ്ധക്യകാലത്ത് ദൈവം നിന്നെ കാക്കുവാനായിട്ട് ഇടയാകും. നീ ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിതം, അല്ലെങ്കിൽ നിന്റെ ജീവിതം ഒരിക്കലും പാഴായി പോകും. ബാക്കിയെല്ലാം വേസ്റ്റ്. നിങ്ങളിപ്പോൾ ഇവിടെ എല്ലാം ഇപ്പം കാനഡയിലൊക്കെ പുതുതായിട്ടൊക്കെ വന്നതല്ലേ, കുറച്ചൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ആയതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സ്റ്റേജ് വരുമ്പോൾ മനസ്സിലാവും ഈ രാജ്യത്തെ ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങോട്ട് വന്നത്. അപ്പൊ നമുക്ക് തോന്നും ഇത് വേസ്റ്റാണ്. ഇല്ല, വേസ്റ്റ് അല്ലാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവിന് വേണ്ടിയിട്ടുള്ള ജീവിതം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജീവിച്ചിട്ടുള്ളവർക്ക് അവർക്ക് തിരിച്ചു നോക്കിയാൽ എന്നും ഒരു സന്തോഷിക്കുവാനായിട്ടുള്ള ഒരു വകയുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതം പാഴായി പോകുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായി വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുവെന്നും ദൈവത്തിങ്കിലേക്കുള്ള മനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിലേക്കുള്ള മാനസാന്തരം. പൗലോസ് പറയാണ്, ഞാൻ ഒന്നും മറച്ചു വെക്കാതെ നിങ്ങളോട് പറഞ്ഞു. ഇന്നത്തെ പ്രശ്നം, ഇന്ന് പ്രസംഗിക്കാനായിട്ട് ഒന്നാമത് സമയം കുറവാണ്, രണ്ടാമത് ആൾക്കാർക്ക് റിയലായിട്ടൊരു മെസ്സേജ് ഒന്നും കേൾക്കാനായിട്ടുള്ള താല്പര്യമില്ല. അപ്പം പിന്നെ ഈ പ്രസംഗിക്കുന്നവരുടെ ഒരു കുഴപ്പം, പിന്നെ ഞങ്ങളത് മറച്ചു വയ്ക്കും. കാര്യം നമ്മൾ ഈ പറയാൻ മുഴുവനായിട്ടുള്ള സമയവും കിട്ടാറില്ല, പറഞ്ഞ ആൾക്കാർക്കൊന്നും കേൾക്കാനില്ല. ഓരോ പറയാം, ഞാൻ ഒന്നും മറച്ചു വെക്കാതെ കാര്യം പറഞ്ഞു, അതുകൊണ്ട് ഇഷ്ടം പോലെ അടി കിട്ടും. ഒരു കുറവില്ലായിരുന്നു, അടിക്കൊരു കുറവില്ലായിരുന്നു. ഞാൻ കാര്യം മറച്ചു വെക്കാതെ നിങ്ങളോടെല്ലാം അറിയിച്ചു. എന്താണ് മെയിനായിട്ടുള്ളതിന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, റിപ്പന്റ് ടുവേഴ്സ് ഗോഡ്, ദൈവത്തിലേക്കുള്ള ഒരു മാനസാന്തരം. ഇന്ന് പലപ്പോഴും പ്രസംഗിക്കപ്പെടാത്ത ഒരു വിഷയമാണ് ദൈവത്തിലേക്കുള്ള ഒരു മാനസാന്തരം. മാനസാന്തരപ്പെട്ടാലുള്ള വിടുതലിനെ കുറിച്ച് നമ്മൾ പറയും, പക്ഷെ അതല്ല പോയിന്റ്. മാനസാന്തരം എന്തിന് സംഭവിക്കണം? നീ ദൈവത്തിലേക്ക് ഒരു മടങ്ങി വരവിന് വേണ്ടിയിട്ട് ഒരു മാനസാന്തരം സംഭവിക്കണം. മാനസാന്തരപ്പെട്ടാൽ എന്താ സംഭവിക്കുന്നത്? നീ ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഇടയാകും. ഉപവാസ പ്രാർത്ഥനയിൽ എന്താ സംഭവിക്കേണ്ടത്? ഉപവാസ പ്രാർത്ഥനയിൽ നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. അന്നേരമാണ് ആ ഉപവാസ പ്രാർത്ഥന അനുഗ്രഹമായി മാറുന്നത്, ഉപവാസ പ്രാർത്ഥന വിടുതലായി മാറുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നമുക്ക് കുറേ ലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ ലിസ്റ്റിലായിരിക്കും നമ്മുടെ ഫോക്കസ് മുഴുവൻ. ഈ കാര്യം നടക്കുന്നുണ്ടോ, ആ കാര്യം നടക്കുന്നുണ്ടോ, മറ്റേ കാര്യം നടക്കുന്നുണ്ടോ? നീ ഉപവസിക്കുന്നത് ഇതിനൊന്നും വേണ്ടിയിട്ടല്ല. നീ ഉപവസിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരപ്പെടാനാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഗുണപ്പെടാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ എല്ലാ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ഗുണപ്പെട്ടാലേ ദൈവത്തിലേക്ക് കൂടുതൽ അടുത്ത് വരുവാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഡിസ്റ്റൻസിൽ തന്നെ നിൽക്കത്തേ ഉള്ളൂ. നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുമെന്നെ കർത്താവിനോട് കൂടുതൽ അടുത്ത് വരും. അതാണ് അതിന്റെ റിസൾട്ട്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിലേക്കുള്ള ഒരു മാനസാന്തരം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തില് അതേ പൗലോസ് തന്നെ അഗ്രിപ്പ രാജാവിനോട് പറയുന്നുണ്ട്, അഗ്രിപ്പ രാജാവേ, സ്വർഗീയ ദർശനത്തിനോട് ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടില്ല. ഹല്ലേലൂയ. എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു വേർഡാണ്. സ്വർഗീയ ദർശനത്തിനോട് ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടില്ല.
നമ്മുടെ ജീവിതത്തിൽ പറയുവാനായിട്ട് കഴിയുന്നു. സ്വർഗീയ ദർശനത്തോട് ഞാൻ അനുസരണം കാണിച്ചിട്ടില്ല. നീ എന്നെ വിടുവിച്ചത്, നീ എനിക്ക് രക്തം തന്നത് വെറുതെയായി പോകത്തില്ല. എത്ര പേർക്ക് പറയാനായിട്ട് ഒരു കർത്താവേ, നീ എന്നെ വീണ്ടെടുത്തത്, നീ എനിക്ക് രക്തം തന്ന് വീണ്ടെടുത്തത് അത് വെറുതെയായി പോകത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ കാണാനായിരുന്നു ദൈവത്തിന് താല്പര്യം. പ്രൈസ് ഗോഡ്. നമുക്ക് ഒരു മീറ്റിംഗ് എങ്ങനെ മുടക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യും. അത് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല, അത് പറ്റത്തില്ല, അങ്ങനെയുള്ളത് പറ്റത്തില്ല, ഇങ്ങനെയുള്ളത് പറ്റത്തില്ല. ഒരുപാട് ന്യായങ്ങൾ നമ്മുടെ ഇതിനകത്ത് കാണും. നമുക്ക് വേറെ ഒന്നും മുടക്കുന്നതിന് യാതൊരു പരാതിയില്ല. നമുക്ക് ഇവിടുത്തെ മത്സരത്തിന് കാണും, ഓണത്തിന് കാണും, ക്രിസ്മസിന് കാണും, ക്രിക്കറ്റിന് കാണും, എല്ലാത്തിനും കാണും. പക്ഷെ മീറ്റിംഗ് വരാൻ പാടില്ല, ദൈവവചനം കേൾക്കാൻ പറ്റുന്നു. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥകൾ മാറണം. ഇത് ഒരാളെ ഒരു വ്യക്തിയല്ല പറഞ്ഞത്, നമ്മുടെ ചിന്താഗതികളാണ്. കാര്യം കർത്താവിനോട് അടുത്ത് വരാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരപ്പെടണമെന്ന് നമുക്ക് താല്പര്യമില്ല. നമ്മൾ എന്തൊക്കെയോ പഠിച്ചു വന്നു, അതങ്ങനെ ചെയ്യുന്നു. ഞായറാഴ്ച ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ എങ്ങനെയാണ്? ഞാൻ പണ്ട് തൊട്ടേ പോകുന്നതല്ലേ, അങ്ങനെ മുടക്കുന്നത് എങ്ങനെയാണ്? അതാണോ നമ്മളെ ആരാധനയ്ക്ക് കൊണ്ടുവരുന്ന കാര്യം? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിന്മാറ്റക്കാരന്റെ ജീവിതത്തിൽ ഇതൊക്കെയാണ് അവനെ ആരാധനയ്ക്ക് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ, ആരാധനയ്ക്ക് വരുന്നവരും ഒരുപാട് പിന്മാറ്റക്കാരുണ്ടെന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് റിപ്പന്റ് ടുവേഴ്സ് ഗോഡ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. നമ്മൾ ഓരോ ദിവസവും മനസ്സാന്തരപ്പെടുമ്പോൾ കർത്താവിലേക്ക് അടുത്ത് വരും. നമ്മുടെ ജീവിതത്തിൽ തുറക്കപ്പെടാത്ത അറകളൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ തുറക്കപ്പെടണം. ഞായറാഴ്ച മാത്രമേ നാം കർത്താവിന് കൊടുക്കത്തുള്ളൂ, ബാക്കി എല്ലാ ആഴ്ചയും നമുക്ക് കർത്താവിന് കൊടുക്കാറുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ മീറ്റിങ്ങിന് കടന്നു വരുമ്പോൾ ഈ തുറക്കാത്ത മുറികളുണ്ട്, തുറക്കാത്ത മുറികൾ. അതവിടെ ഇരിക്കട്ടെ, നമ്മൾ ആരാധനയ്ക്കൊക്കെ അടിച്ച് കലക്കി നമ്മൾ പോകും. ആ മുറി തുറക്കത്തില്ല, കാര്യം ആ മുറി തുറന്ന പ്രശ്നമാണ് നമുക്കറിയാം. ഇന്ന് നിന്റെ ജീവിതത്തിൽ തുറക്കാത്ത അറകൾ ഉണ്ടെങ്കിൽ അത് തുറക്കപ്പെടണം. അതിന് മറ്റൊരു ദിവസത്തിന് വേണ്ടിയിട്ട് നീ മാറ്റിവെക്കണ്ട. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നീ മുഴുവനായിട്ട് ദൈവസന്നിധിയിൽ കൊടുത്താൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടത്തേ ഉള്ളൂ, നീ നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇപ്പോഴങ്ങനെയൊക്കെ തോന്നുമായിരിക്കും, എങ്ങനെ നടക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്കൊന്ന് പൂർണ്ണമായി ഏൽപ്പിക്കാൻ പറ്റുമോ? പറ്റും. നീ പൂർണ്ണമായി ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ ബുദ്ധിയുടെ മണ്ഡലങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് ദൈവസന്നിധിയിൽ പൂർണ്ണമായ ഒന്ന് അടിയറവ പറഞ്ഞാൽ നിന്നെ നടത്തുവാൻ ശക്തനായ ഒരു ദൈവമാണ്. കാര്യം അവൻ നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. ഹല്ലേലൂയ. എന്റെ ബുദ്ധിയുടെ മണ്ഡലങ്ങൾ മാറി, എന്റെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളും ദൈവത്തിന് വേണ്ടിയിട്ടൊന്ന് തുറക്കണം. എല്ലാ മുറികളും ദൈവത്തിന് വേണ്ടിയിട്ടൊന്ന് തുറക്കട്ടെ. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയിൽ ഇനിയും ഹല്ലേലൂയ കമ്മിറ്റ് ചെയ്യാത്ത വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് കമ്മിറ്റ് ചെയ്യണം. കർത്താവേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. ഇതിനകത്ത് എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. ഒന്നൊന്ന് ഏറ്റു പറഞ്ഞ് നീ ഒന്ന് ദൈവസന്നിധിയിലേക്ക് ഒന്ന് എടുത്തു കൊടുത്താൽ ഹല്ലേലൂയ കർത്താവ് പറയും, എവന് വേണ്ടിയിട്ട് ഞാൻ രക്തം കൊടുത്തത് വെറുതെയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എന്നോട് തന്നെ, കർത്താവേ, നീ എനിക്ക് വേണ്ടി രക്തം തന്നത് വെറുതെ ആയിപ്പോയത്. ഇന്ന് നമ്മളോട് തന്നെ ചോദിക്കണം, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് വെറുതെ ആയിപ്പോയത്? ഹല്ലേലൂയ. നീ ഇന്നും പാപത്തിന്റെ അടിമത്വത്തിലാണെങ്കിൽ സത്യം പറയാനുണ്ടോ, വെറുതെ ആയി. നിനക്ക് വേണ്ടി മരിക്കണ്ടായിരുന്നു, ചുമ്മാതായി. കാര്യം നിനക്ക് വേണ്ടിയിട്ട് എന്തിനോ മരിച്ചു, നിന്നെ പാപത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പലപ്പോഴും പറയും എൻ്റെ പാപം മോചിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിയാണ്, പക്ഷെ അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. പുതിയ നിയമവിശ്വാസിയെ നിന്നെ പാപത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കർത്താവ് മരിച്ചത്. പാപത്തിന്റെ ചെങ്കലയിൽ അകപ്പെടാൻ വേണ്ടിയിട്ടല്ല. എല്ലാ ഞായറാഴ്ച ഇവിടെ വന്നിട്ട് ആരാധിച്ചിട്ട് ഹല്ലേലൂയ മടങ്ങി പോകാൻ വേണ്ടിയിട്ടല്ല ദൈവം നിന്നെ കണ്ടത്. പിന്നെയും ആ പാപത്തിൽ അകപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടല്ല ദൈവം നിന്നെ വിളിച്ചിറക്കിയത്. അങ്ങനെയുള്ള ഒരു
അങ്ങനെയുള്ളൊരു മീറ്റിംഗ് അല്ല, അങ്ങനെയുള്ളൊരു കൂട്ടമല്ല നമ്മള്. ഇവിടെ വിടുതലുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. രോഗത്തിനല്ല, പാപത്തിന് ഇതിനകത്ത് വിടുതലുണ്ട്. രോഗത്തിന് വിടുതലുണ്ട്, ശാപത്തിന് വിടുതലുണ്ട്, സകലത്തിന് വിടുതലുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നിന്റെ ഭയത്തെ പുറത്താക്കുന്ന ഒരു ദൈവം. നീ പൂർണ്ണമായി ഒന്ന് ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ആ സ്വാതന്ത്ര്യം നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇന്ന് പലരുടെയും ജീവിതത്തിൽ പിശാച് ഇട്ടിരിക്കുന്ന ഓരോ ഇതുണ്ട്, എന്താ പറയുക, ഓരോ സ്ട്രിങ് ഉണ്ട്. എന്താണെന്ന് അറിയാമോ? അവനറിയാം നീ വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, നീ പൂർണ്ണമായിട്ട് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ അവന്റെ സ്ട്രിങ്സ് ഒക്കെ ഒന്ന് പൊട്ടാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഒരിക്കലും ഒരു മീറ്റിങ്ങിന്റെ ഇടയിൽ ഒരു സ്ത്രീയിൽ നിന്ന് പിശാച് ഇളകി. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ ശേഷം ഈ ഭൂതം പറയാണ്, ഇപ്പൊ ഞാൻ പോവും, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവൾ ഇന്ന ദിവസം ഇന്നടുത്ത് കാവടിയാടാന്ന് പറഞ്ഞൊരു നേർച്ച തന്നിട്ടുണ്ട്. എന്ത് സ്ത്രീയാണ്? അപ്പം പിന്നെ ഇവളെ എൻ്റെ കയ്യിൽ തന്നെ കിട്ടുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നിനക്ക് വിടുതലുണ്ട്, പക്ഷെ ഒരു കാര്യം കൊണ്ടുണ്ട്, നീ അതിനെ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാക്കണം. വിടേണ്ടതിനെ വിടാനായിട്ട് നീ തയ്യാറായാൽ അവിടെ ഹല്ലേലൂയ നിന്റെ മേലെ പിശാചിന് യാതൊരു ആധിപത്യവും ഉണ്ടാകത്തില്ല. നിന്റെ ഭവനത്തിന്റെ മേൽ പിശാചിന് യാതൊരു വിധമായ ഹല്ലേലൂയ ഇത് പറയുവാനായിട്ട് ക്ലെയിമും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. അതിനകത്തൊക്കെ വലിയ വിടുതലുണ്ടാകുവാനായിട്ടില്ല. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയും വലിയ വിടുതലിന്റെ ഒരു ഉപവാസ പ്രാർത്ഥനയായിട്ട് മാറട്ടെ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വരെ ഒന്ന് വായിക്കാം. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്തു പറയും. ഇവിടെ പറയുന്നത് കർത്താവിന്റെ നാമത്തിൽ ഭൂതങ്ങളെയൊക്കെ പുറത്താക്കിയ വ്യക്തികളെ കുറിച്ചാണ് ഈ ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. അവരെ കുറിച്ച് പറയാണ്, നിങ്ങളെ എന്നെ വിട്ടു പോകുവിൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പൊ ഇത് മെസ്സേജ് ബൈബിൾ എന്ന് പറയുന്ന ആ ട്രാൻസ്ലേഷനിൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, all you did was use me to make yourself important. ലോലെസ്നെസ്സിന് ഒരു ഡെഫിനിഷൻ കൊടുത്തതാണ്. അധർമ്മം ചെയ്യുന്നവരെ നാം മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ലോലെസ്നെസ് എന്ന പല വേർഷനകത്ത് എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിന്റെ കോൺടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് അറിയാമോ? അവർക്ക് പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവർ ദൈവത്തെ ഉപയോഗിച്ചതാണ്. അവരുടെ പേര് വലുതാക്കാൻ വേണ്ടിയിട്ട് അവർ ദൈവത്തെ ഉപയോഗിച്ചു. അതുകൊണ്ട് അവരോട് പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ ഉപയോഗിക്കുന്നവരായിട്ടല്ല, ദൈവം നമ്മളെ ഉപയോഗിക്കുന്നവരായിട്ട് തീരും. ദൈവത്തിന് ഇന്ന് ആവശ്യം ഒരുപാട് മിടുക്കന്മാരുണ്ട്. ഇതിനകത്ത് ദൈവത്തെ ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മൾ ആ കൂട്ടത്തിലല്ല, ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടവരാണ്. നാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മളെ ഉപയോഗിക്കുവാനായിട്ട് ഇടയാകും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ അവൻ്റെതായിരുന്നു എങ്കിലും നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അവൻ്റെ ഹല്ലേലൂയ രക്തം കൊടുത്ത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ കർത്താവിനുള്ളതാണ്, നിങ്ങൾക്കുള്ളവരല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് അധികാരമില്ല. ദൈവമക്കളെ ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, നമ്മെ അവന്റെ ഹിതം പോലെ പണിയണമേ എന്നൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, കർത്താവ് നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമാക്കിയിട്ട് ദൈവം ചെയ്ത് തീർക്കുവാനായിട്ട് ഇടയാകും. ദൈവത്തിന്റെ ഹിതം എന്താണ് എൻ്റെ ജീവിതത്തിൽ നിറവേറേണ്ടത്? ഒരുപക്ഷെ എനിക്ക് പല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എൻ്റെ മുന്നിൽ വരുമായിരിക്കാം. അതൊന്നുമല്ല എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനെങ്കിൽ, കർത്താവിന്റെ പ്ലാന് എൻ്റെ ജീവിതത്തിൽ നിറവേറും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഇന്ന് തലമുറകൾ അതിനു വേണ്ടിയിട്ട് എണീക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് സൗദി അറേബ്യയിൽ ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്ന ഒരു മോനെ കാണുവാനായിട്ടിടയായി. അവന് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ആ ഒരു പ്രായത്തിൽ, ഈ ഫെസ്തസിലേക്ക് ഒരു പ്രായം തൊട്ട് എനിക്കറിയാം. സൗദി അറേബ്യയിൽ ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്ന ഒരു നല്ല പയ്യനാണ്. അവനിവിടെ വന്നു, പഠിത്തമൊക്കെ കഴിഞ്ഞു, ബ്രിട്ടീഷ് കോളംബിയയിൽ വന്ന് മാനേജ്മെൻറ്റിൻ്റെ കോഴ്സൊക്കെ പഠിച്ചു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിനെക്കുറിച്ചുള്ള ദൈവിക വിളി, ഹല്ലേലൂയ, ജോലിയല്ല മിനിസ്ട്രി ആണെന്നുള്ള ഒരു ചിന്തയിൽ ഞാനിപ്പോൾ നാട്ടിലേക്ക് കടന്നു വന്നു. PR ഒക്കെ ആയി. പറഞ്ഞു, എൻ്റെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എന്നോട് കുറച്ച് നേരം സംസാരിക്കുവാനായിട്ടിടയായി. അപ്പോൾ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനി പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. ഇനി കാനഡയിലോട്ടൊന്നും തിരിച്ചു വരുന്നില്ല, അവിടെ കാണാൻ മിനിസ്ട്രി ചെയ്യുവാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ 10-22 വയസ്സ് കാണുമായിരിക്കും, അല്ലെങ്കിൽ 10-25 വയസ്സ് കാണുമായിരിക്കും, അതിനകത്തുള്ള പ്രായമേ ഉള്ളൂ. എനിക്കൊരു കാര്യം തോന്നി, ഇന്ന് തലമുറകളുടെ മേലൊരു പോക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷേ ഹല്ലേലൂയ പ്രായമുള്ളവർ ചെയ്യാത്ത പലതും ഹല്ലേലൂയ ഇന്നത്തെ പുതിയ ജനറേഷൻ ചെയ്യുവാനായിട്ട് തുടങ്ങി. എനിക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷമുള്ള, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഹല്ലേലൂയ, അവരുടെ സ്റ്റാറ്റസോ അവരുടെ ഫ്യൂച്ചറോ ഒന്നും നോക്കാതെ ദൈവത്തിൻ്റെ പേരിൽ സമർപ്പിക്കപ്പെട്ട ഒരു തലമുറ ഹല്ലേലൂയ, അതിന്ന് ദൈവസഭയ്ക്ക് ആവശ്യമാണ്. ഇന്നത്തെ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ദൈവസഭയിൽ ഒരു തലമുറ കർത്താവിന് വേണ്ടിയിട്ട് എണീക്കുവാനായിട്ട് ഇടയാകട്ടെ. ഹല്ലേലൂയ. നമുക്കുള്ളവരെല്ലാം കർത്താവിനുള്ളതാണ്. ദൈവത്തിന് ഏത് തരത്തിൽ ഉപയോഗിക്കണമോ ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. ഒരു പക്ഷേ ജ്ഞാനമുള്ളവരുടെ അടുത്ത് പത്രോസിനെയും, ഒട്ടും പഠിപ്പിക്കാത്ത പത്രോസിനെയും, ഒരുപാട് പഠിപ്പ് കൂടിപ്പോയ പൗലോസിനെ ജാതികളുടെ ഇടയിലും അയച്ച ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കാര്യം കർത്താവിന് ആരെയും എവിടെ ഉപയോഗിക്കാം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ കർത്താവ് നമ്മളെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കട്ടെ. നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇവരൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഇവരൊക്കെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.